പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഗോളേ ജംഗ്ഷനിലാണ്. ഗോളേ ജംഗ്ഷനിൽ നിന്നും മുണ്ടക്കലേക്ക് പോകുന്ന ഈ റെയിൽവേയുടെ പാലത്തിൻ്റെ കല്ലിടിയുടെ ഭാഗമായിരുന്നു ഇന്ന് കൊല്ലം നംഷാദ് എംഎൽഎ ഇവിടെ സന്ദർശിച്ച് കല്ല് ഇടിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇതേവരം പാലത്തിൻ്റെ വികസനം ഉടനെ തീരുമോ സാറേ? അത് തീർന്നിട്ടേ ഇത് തുടങ്ങുമോ? ഇരവിപുരം മേൽപ്പാലോ ഇതുമായിട്ടെന്ത് ബന്ധമില്ല, അത് വൈകിയത് കൊണ്ടാണ്. തീരേണ്ട സമയം കഴിഞ്ഞു. തീരേണ്ട സമയം യഥാർത്ഥത്തിൽ കഴിഞ്ഞു. പക്ഷെ റെയിൽവേയുടെ പണി കഴിഞ്ഞ നവംബറിൽ കരാറനുസരിച്ച് തീരേണ്ടതാണ്. മൊത്തം 13 സ്പാനാണ് ഈ പാലം. 13 സ്പാൻ ഉള്ളതിൽ 3 സ്പാൻ മാത്രമാണ് റെയിൽവേ ചെയ്യേണ്ടത്. 10 സ്പാൻ കേരള ഗവൺമെൻറ് ചെയ്യണം. അത് RBTCക്കാണ് അതിൻ്റെ ചുമതല. 8 എണ്ണം ചെയ്തിട്ട് വർഷങ്ങളാണ്. ഇനി 3 എണ്ണം ചെയ്തതിന് ശേഷമേ അപ്പുറത്തും ഇപ്പുറത്തും കണക്ട് ചെയ്യുന്ന 2 എണ്ണം. ഈ 3 എണ്ണം ചെയ്യാതെ ഇത് കണക്ട് ചെയ്യാനൊക്കത്തില്ല. ഒരുവിധം തീർന്നിട്ടുണ്ടല്ലോ വർക്ക്. അല്ല, അതെ, ഇപ്പോ ഫയൽ ക്യാപ്പൊക്കെ കഴിഞ്ഞു. അപ്പൊ ഈ ഫെബ്രുവരി അടുത്ത മാസത്തോടു കൂടി ഇപ്പൊ കഴിഞ്ഞ ദിവസവും അവരുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. ആദ്യം അവർ ജനുവരിയിൽ തീർത്ത് തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ ഫെബ്രുവരിയിൽ തീർക്കും എന്ന് പറയുന്നു. പിന്നെ അത് തീർത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് സർവീസ് റോഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് കല്ലുകൾ ചിരിക്കാം. അല്ലെങ്കിൽ അതിട്ടോട്ട് പ്രയോജനം ഇല്ലാതെ പൈസയും കിട്ടും. തരുന്നതല്ല, പാക്കേജ് അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ല, പിന്നെയുണ്ട് സ്റ്റഡി, ബെനിഫിഷ്യറി മീറ്റിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ടേ അന്തിമമാക്കത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ബെനിഫിഷ്യറീസിനെ വിളിക്കുന്നത് കല്ലിടുന്നത് പിന്നെ സാറിന് തർക്കിക്കാതെ നിയമപരമായി നമ്മൾ അല്ലല്ല കല്ലിടുന്നത് സാറ് എന്നെപ്പോലുള്ള ഒരാളൊക്കെ ഇങ്ങനെ തർക്കം പറഞ്ഞു. ഞാനിത് എൻ്റെ വീട്ടാവശ്യമോ മറ്റോ ആണോ? ഇവിടെ എത്രയോ കാലമായിട്ടുള്ള ഒരാവശ്യത്തിന് അല്ല, എനിക്ക് നമുക്ക് വേണ്ട സാറ് വിട്ടുതരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം വെച്ച് ചെയ്യാനൊക്കത്തില്ലല്ലോ. കോടതിപ്പിക്കോ? അല്ല, കോടതിപ്പിക്കൊള്ളുക. പക്ഷെ എവിടെ പോയാലും നമുക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ അപ്പോൾ മയ്യനാട് എടുത്തു. കൂട്ടിക്കട കല്ലിട്ട് പൂർത്തീകരിച്ച് ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ നടക്കുന്നു. കോളയത്തോടെടുത്തു. ഇതേവരം പണി തീരാറായി. മനസ്സിലായി? 2 ഉള്ളൂ. കല്ലും താഴെ ഇപ്പം അപ്രൂവൽ ആയതേ ഉള്ളൂ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഗോളേ ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഗോളേ ജംഗ്ഷന് ഇപ്പുറത്ത്, റെയിൽവേ ക്രോസിന് ഇപ്പുറത്താണ് ഈ റൂട്ട്. യഥാർത്ഥത്തിൽ ഉദയമാർത്താണ്ഡം ചേരിയിൽ, മുണ്ടക്കൽ ചേരിയിൽ, പാവനാശ്വരം എന്ന സ്ഥലത്ത് വളരെ തിരക്കുള്ള സ്ഥലമാണ് വിശേഷ ദിവസങ്ങളിലൊക്കെ. എന്നാൽ ഇന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ MLA നംഷാദ് അവർ ഒരുപക്ഷെ ഈ റോഡിൻ്റെ വികസനമായി ഇവിടെ പാലം വരുന്നതിനായി ഇപ്പോൾ പാലത്തിൻ്റെ കല്ലിടിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാലത്തിൽ നിന്ന് നമുക്ക് മുണ്ടക്കലോട്ട് പോകുന്ന വഴിയാണ്
പാവനാശ്വരം എന്ന് പറയുന്നതൊക്കെയാണ് ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു പാലം വരുമ്പോൾ, വികസനം വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഉദയമാർത്താണ്ഡഞ്ചേരിയിൽ, മുണ്ടയ്ക്കൽ, അങ്ങനെ പല ഭാഗത്തിലേക്ക് പരവൂര് ഒക്കെ പോകാൻ പറ്റുന്ന ഒരു റോഡ് തന്നെയാണ്. ഇവിടെയാണ് പാലം വരുന്നത്. പാലത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് കൊല്ലം ജില്ലയിലെ ഗോളേജ് ജംഗ്ഷനിൽ ബഹുമാനപ്പെട്ട നംഷാദ് MLA അവർ എത്തി അതിൻ്റെ കല്ലിടിയിൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കൊല്ലം ഗോളേജ് ജംഗ്ഷനിൽ നിന്നും ക്യാമറ വിനാശിയോടൊപ്പം KM മീഡിയയുടെ കൊല്ലത്തുനിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.